ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ദോഷമാണ്. കുടുംബം മുടിയും, അതിനൊരു സംശയവും വേണ്ട. നീ എന്തൊക്കെ സച്ചയെ വിളിച്ചിട്ട് കാര്യം എന്തെന്ന് അന്വേഷിക്കേ. ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെണ്ണിന് ഇതിനൊന്നും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അത് ശരി. അപ്പൊ ഇതുവരെ നെല്ലിശ്ശേരിയിൽ സംഭവിച്ച ദോഷങ്ങൾക്കൊന്നും പരിഹാരം ചെയ്യേണ്ടെന്നാണോ? എന്തു ദോഷം? അവിടെ സംഭവിച്ചതൊക്കെ ദോഷം കൊണ്ടാണെന്ന് ആര് പറഞ്ഞു? അതല്ലേ ജോത്സ്യം പറഞ്ഞതും. അതൊക്കെ കൊണ്ടല്ലേ അവര് ജോത്സ്യനെ വിളിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നതും. ഇവിടെയും ചില കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കർമ്മങ്ങൾ ചെയ്യണം പോലും. ഒരു ജോത്സ്യനാണോ ഈ ലോകത്തെ ദോഷങ്ങളെല്ലാം മാറ്റാൻ പോകുന്നത്? എന്നാ പിന്നെ സുനാമി, ഭൂകമ്പം, ഉരുൾപൊട്ടലൊക്കെ ജ്യോത്സ്യന്മാര് വന്നു നിന്ന് അങ്ങ് തടയട്ടെ. വിവരക്കേട് പറയരുത്, മനസ്സിലായോ? അമ്മേ, ഞാൻ സച്ചി ഒന്ന് വിളിക്കട്ടെ. ഹലോ. അനുവേട്ടാ. എന്തൊക്കെയാ സച്ചി അവിടെ നടക്കുന്നത്? അവളെയും കുഞ്ഞിനെയും നിങ്ങൾ എന്ത് ചെയ്യാനാ പോകുന്നത്? എന്താണ് വേട്ടാ? അർച്ചനയ്ക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ടാണോ നാളെ ജ്യോത്സ്യം വരാൻ പോകുന്നത്? ജ്യോത്സ്യം വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവൂ? ഒരു കാര്യം ഞാൻ പറയാം, അവളെയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളാം. ഞങ്ങൾക്ക് അവളൊരു അധികപ്പറ്റല്ല. അനുവേട്ടാ, അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് ശരിയാ. ഇവിടെയും വൃന്ദാവനത്തിൽ സംഭവിച്ചതെല്ലാം കുഞ്ഞിന്റെ ദോഷമാണെങ്കിൽ അതിന് പരിഹാരം ചെയ്യണമെന്നാ എല്ലാരും കൂടി പറയുന്നേ. എന്താ സച്ചി അതിന് കൂട്ടി നിൽക്കുകയാണോ? സംഭവിച്ചതെല്ലാം അതുകൊണ്ടാണെന്ന് നിനക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല അനുവേട്ടാ. ഗർഭിണിയായ ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ കൂടി സച്ചി മനസ്സിലാക്കണം. അവൾ നിന്റെ ഭാര്യയാണ്, ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നോളാ. ഇതുപോലെ ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ മുമ്പിൽ കൊണ്ടിരുത്തിയ അവളുടെ അവസ്ഥ എന്തായി തീരും? അങ്ങനെ ഒരു മന്ത്രവാദിയുടെ മുന്നിലേക്കും അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇത് അച്ഛന്റെ മാത്രം തീരുമാനമല്ല. പക്ഷേ എല്ലാരും കൂടി ചുറ്റിനും വട്ടം കൂടി നിന്ന് ഇങ്ങനെ ദോഷമുണ്ടെന്ന് പറയുമ്പോ അച്ഛന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അർച്ചനയ്ക്കും കുഞ്ഞിനും ദോഷം വരുന്നതൊന്നും ചെയ്യാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. അനുവേട്ടന് എന്നെ വിശ്വസിക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് വരും. അവളെ നിനക്ക് കല്യാണം കഴിച്ചു തന്നുള്ളത് ശരിയാ, പക്ഷേ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് അവളെ നടതള്ളിയതല്ല. അവൾ എന്റെ പെങ്ങളാ. അവൾക്ക് വേദനിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ അവളെയും കുഞ്ഞിനെയും ഞാൻ അവിടെ നിന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. ഈ വീട് അവൾക്കും കൂടി ഉള്ളതാ. അനുവേട്ടാ, അല്ലാതെ അവൾ അനാഥയൊന്നുമല്ല. അനുവേട്ടാ, മോനെ, എടാ നാളെ രാവിലെ നമുക്കൊന്ന് നെല്ലിശ്ശേരിയിലേക്ക് പോയാലോ? പോകണം. അതിനു മുമ്പ് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയട്ടെ. അനുപേട്ടൻ എന്തിനാ സച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അവരുടെ വീട്ടിലെ ദോഷങ്ങൾ മാറ്റാൻ അവിടെ കർമ്മങ്ങൾ നടത്തുന്നതിന് നമുക്കെന്താ? അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ അതിനു മുന്നിലേക്ക് അച്ഛനെ ഇരുത്തി കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഞാൻ സമ്മതിക്കൂല്ല. അവിടെ മാത്രമല്ല, ഇവിടെയും ചിലപ്പോ കർമ്മങ്ങളൊക്കെ ഇതുപോലെ നടത്തേണ്ടി വരും. എന്ത് കർമ്മം ചെയ്യാന്നാ നീ പറയുന്നേ? നെല്ലിശ്ശേരിയില് മാത്രമല്ലല്ലോ, ഇവിടെയും ചില ദോഷങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? ഇനിയും അതൊന്നും ആവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ്? പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ കേറിയില്ലേ? ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ഭാഗ്യം കൊണ്ടല്ലേ രക്ഷപ്പെട്ടത്.
നെല്ലിശ്ശേരിയിലെ ദോഷം കുറച്ച് ഇങ്ങോട്ടും ബാധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പരിഹാരം ചെയ്താ എല്ലാവർക്കും നല്ലത്. മീരേ, ആരെങ്കിലും എന്തെങ്കിലും കുത്തിത്തിരിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ വിട്ടേക്കണം. അല്ലാതെ അതും മനസ്സിൽ വെച്ചുകൊണ്ട് ഇതുപോലുള്ള വിവരക്കേടുകൾ വിളമ്പിയുണ്ടല്ലോ. ദേ, എന്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയാലോ. പറഞ്ഞില്ലാന്ന് വേണ്ട. അനൂപേ, എടാ നമുക്ക് നാളെ തന്നെ പോയി അവളെ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നാലോ? മിക്കവാറും അത് വേണ്ടിവരും. എന്തായാലും ആദ്യം ജോത്സ്യം വന്ന് എന്താ സംഭവിക്കണമെന്ന് അറിയട്ടെ. അവളെയും കുഞ്ഞിനെയും ദ്രോഹിക്കാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ നാളെ തന്നെ നമുക്ക് പോയി അർച്ചനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം. എന്റെ കൈയും പിടിച്ച് നടന്ന കുഞ്ഞാവള്. ആരൊക്കെ കൈവിട്ടാലും ഞാനവളെ കൈവിടില്ല. ധർമ്മദേവതാ കോപം, പൂർവജന്മ ശാപങ്ങൾ, പിതൃദോഷങ്ങൾ, ജന്മാന്തരങ്ങളായ കർമ്മദോഷങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് ഈ വീടിന് മുകളിൽ വന്നു നിൽക്കുകയാണ്. മൃത്യുകാരകനായി ഗുളികൻ നിൽക്കുന്നു. മുൻപ് ഞാൻ പറഞ്ഞതെല്ലാം 100% സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ? എല്ലാം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ദോഷമാണ്. കുടുംബം മുടിയും, അതിനൊരു സംശയവും വേണ്ട.